അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന ഈ സബ്ജക്റ്റിൽ നമ്മളിതുവരെ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ ബ്ലോക്കിലാണുള്ളത്. രണ്ടാമത്തെ ബ്ലോക്കിൽ ഒരു യൂണിറ്റ് കഴിഞ്ഞു, രണ്ടാം യൂണിറ്റിലാണുള്ളത്. അപ്പോൾ ഈ ബ്ലോക്കിൽ നമുക്കറിയാവുന്നതുപോലെ ഈഡിപ്പസ് റെക്സ് എന്ന് പറയുന്ന ഗ്രീക്ക് ട്രാജഡിയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൽ ഈഡിപ്പസ് റെക്സിൻ്റെ സമ്മറിയും അനാലിസിസുമാണ്. അതിലിപ്പോൾ 2 സെക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 3-ാം സെക്ഷനിലേക്കാണ് കടക്കാനുള്ളത്. പക്ഷേ 3-ാം സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ പറഞ്ഞ 2 സെക്ഷനുകളുടെ ഒരു ബ്രീഫ് സമ്മറി നമുക്കൊന്ന് പറയാം. കാരണം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഇതിൻ്റെയും ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഗ്രീസിലെ തീബ്സ് എന്ന് പറയുന്ന ഒരു സിറ്റി സ്റ്റേറ്റ്, ഗ്രീസിൽ ഓരോ സിറ്റി സ്റ്റേറ്റുകളായിട്ടാണ് ഉണ്ടായിരുന്നത്. ഓരോ പരമാധികാരമുള്ള ഓരോ സിറ്റി സ്റ്റേറ്റുകൾ, ഓരോ സിറ്റി സ്റ്റേറ്റുകളിലും ഓരോ രാജാവ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റി സ്റ്റേറ്റ് ആയിരുന്നു തീബ്സ്. ആ തീബ്സിലെ രാജാവായിരുന്നു ഈഡിപ്പസ്. അങ്ങനെ ഒരിക്കൽ ഈഡിപ്പസിൻ്റെ അടുത്തേക്ക് അവിടുത്തെ പ്രജകളെല്ലാം കൂടെ വന്നുകൊണ്ട് പരാതി ഉന്നയിക്കുകയാണ്. നാട്ടിലാകെ മഹാമാരി, പ്ലേഗ് രോഗം പടർന്നു പിടിക്കുകയാണ്. ഒരുപാട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജാവ് അടിയന്തരമായിട്ട് അതിൻ്റെ പരിഹാരം കാണണം. അന്നത്തെ ഗ്രീസിലെ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രാജാവിൻ്റെ അടുത്തേക്കാണ് അവർ ഓടിച്ചെല്ലുക. രാജാവാണ് അവരുടെ കൂട്ടത്തിലെ ദൈവം കഴിഞ്ഞാൽ പിന്നെ ആ കൂട്ടത്തിലെ ഏറ്റവും പരമോന്നത വ്യക്തിത്വം. അങ്ങനെ ഈഡിപ്പസിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈഡിപ്പസ് അവരോട് പറയുന്നു, ഞാൻ ഓൾറെഡി ആ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈഡിപ്പസിൻ്റെ അളിയനായിട്ടുള്ള ഭാര്യ സഹോദരനായിട്ടുള്ള ക്രിയോണിനെ ഒരു ഒറാക്കിളിൻ്റെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട്. ഒറാക്കിൾ എന്ന് പറയുന്നത് ഈ ഭാവിയും ഭൂതവും വർത്തമാനമൊക്കെ അറിയുകയും അങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പറയുകയും പ്രവചിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഡെൽഫിക് ഒറാക്കിൾ എന്ന് പറയുന്ന ഒറാക്കിളിൻ്റെ അടുത്തേക്കാണ് ക്രിയോണിനെ പറഞ്ഞിട്ടുള്ളത്. ഡെൽഫിക് ഒറാക്കിളിനെ നിയമിച്ചിട്ടുള്ള യഥാർത്ഥത്തിൽ അപ്പോളോയാണ്. അപ്പോളോ ദേവനാണ്, ഏറ്റവും വലിയ ദേവനാണ് ഗ്രീസുകാരുടെ, അവരുടെ മിത്തോളജി അനുസരിച്ച്. അപ്പോൾ ഈ ഡെൽഫിക് ഒറാക്കിളിൻ്റെ അടുത്തേക്ക് ക്രിയോണിനെ പറഞ്ഞയച്ചു. ക്രിയോൺ തിരിച്ചു വന്നു. അങ്ങനെ ക്രിയോൺ വന്ന് വിഷയം പറയുന്നത് ഇതിനൊക്കെയുള്ള കാരണം, ഇങ്ങനത്തെ ഒരു മഹാമാരിക്കുള്ളൊരു കാരണം ഈഡിപ്പസിൻ്റെ മുമ്പത്തെ രാജാവായിരുന്ന തീബ്സിലെ രാജാവായിരുന്ന ലയസ്, അദ്ദേഹത്തിൻ്റെ കൊലപാതകമാണ് പ്രശ്നം. ആ കൊലപാതകിയെ കണ്ടുപിടിക്കുകയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്താൽ ഈ രോഗം അവിടെ അവസാനിക്കുമെന്ന് ഡെൽഫിക് ഒറാക്കിൾ പ്രവചിച്ചതായി ക്രിയോൺ വന്ന് പറയുന്നു. ഇത് ആളുകളുടെ സമക്ഷമാണ് പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ ആ കൊലപാതകിയെ കണ്ടെത്തുമെന്ന് ഈഡിപ്പസ് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ അതിനുവേണ്ടി ട്രിസേസിയാസ് എന്ന് പറയുന്ന മറ്റൊരു പ്രവാചകൻ, അതായത് വരാൻ പോകുന്ന കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന മറ്റൊരു ആളാണ്, അദ്ദേഹം കണ്ണു കാണാത്ത ആളാണ്, അദ്ദേഹത്തിനെ വരുത്തിക്കുന്നു ക്രിയോണിനെ വിട്ട്. അങ്ങനെ അദ്ദേഹം വരുന്നു. അദ്ദേഹത്തോട് ആരാണ് കൊലപാതകി എന്ന് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറയാൻ മടിച്ചു നിൽക്കുന്നു. കാരണം ഈ ഈഡിപ്പസിൻ്റെ ദേഷ്യം ഭയന്നിട്ട്, പക്ഷേ അതെന്ത് ചെയ്യാൻ കഴിയുന്നില്ല, പറയാതിരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പറയുന്നു. പറഞ്ഞപ്പോഴാണ് പ്രശ്നം കലുഷിതമാകുന്നത്. പറഞ്ഞതെന്താണ്? ഈഡിപ്പസ് ആണ് ആ കൊലപാതകി എന്നായിരുന്നു. ഇത് കേട്ട് ആകെ ദേഷ്യം പിടിച്ച ഈഡിപ്പസ് ക്രിയോണിനെതിരെയും ട്രിസേസിയാസിനെതിരെയും തിരികെയാണ്. അതെങ്ങനെ നടക്കും? ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ലയസിനെ കൊല്ലുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാനാകും? മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു തെറ്റും പറ്റാത്ത ആൾ എന്ന നിലക്കാണ്, ഇതുവരെ ഒരു തെറ്റും പറ്റാത്ത ആൾ എന്ന നിലക്കാണ് അദ്ദേഹത്തെ തന്നെ വിശ്വസിക്കുന്നത്. എന്നിട്ട് മാത്രമല്ല, അദ്ദേഹം തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്ന ആരോപണം പോലും ക്രിയോണിനെതിരെയും ട്രിസേസിയാസിനെതിരെയും അദ്ദേഹം ഉന്നയിക്കുകയാണ്. പക്ഷേ ഈ ട്രാജഡിയിലെ കോറസ് അതിനെ എതിർക്കുന്നുണ്ട്. ഗ്രീക്ക് ട്രാജഡിയിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് ഇതിൻ്റെ കോറസ് എന്ന് പറയുന്നത്. കോറസിനെ കുറിച്ച് വിശദമായിട്ട് ശേഷം പറയുന്നുണ്ട്. അപ്പോൾ കോറസ് അതിൽ ഇടപെട്ടിട്ട് അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട് ഈഡിപ്പസിൻ്റെ നിലപാടിനെ. മാത്രമല്ല, ഇങ്ങനെ സ്വന്തത്തിൽ അമിതമായ ആത്മവിശ്വാസവും ഒരു തെറ്റും ചെയ്യാത്ത ആൾ എന്ന നിലക്കുള്ള ആത്മവിശ്വാസത്തിലെയും വിമർശിക്കുന്നുണ്ട്. ഇതാണ് 1-2 സെക്ഷനുകളുടെ ചെറിയൊരു വിവരണം, സമ്മറി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിയായ 3-ാം സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ 3-ാമത്തെ സെക്ഷൻ നമുക്കൊന്ന് നോക്കാം. 3-ാമത്തെ സെക്ഷനിൽ 707 മുതൽ 1007 വരെയുള്ള ലൈനുകളുടെ സമ്മറിയും അനാലിസിസുമാണ് ചർച്ച ചെയ്യുന്നത്. ഇൻസെൻസ്ഡ് വിത്ത് ബോത്ത് ക്രിയോൺ ആൻഡ് ട്രിസേസിയാസ്, ഈഡിപ്പസ് ടേൺസ് ടു ഹിസ് വൈഫ് ജൊക്കാസ്റ്റ. ക്രിയോണിനോടും ട്രിസേസിയാസിനോടും ദേഷ്യം പിടിച്ചുകൊണ്ട് ഈഡിപ്പസ് തൻ്റെ ഭാര്യയായ ജൊക്കാസ്റ്റയുടെ നേരെ തിരിയാണ്. ഷീ ആസ്ക്സ് ഹിം ടു ഇഗ്നോർ ദീസ് പ്രൊഫസീസ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഡെൽഫിക് ഒറാക്കിൾ. എന്നാൽ ജൊക്കാസ്റ്റോ അദ്ദേഹത്തോട് പറയുന്നത്, നിങ്ങൾ ഈ പ്രൊഫസീസിനെ, ഈ പ്രവചനങ്ങളെ ഇഗ്നോർ ചെയ്യണം, അവഗണിക്കണം. കാരണം ഈ ഡെൽഫിക് ഒറാക്കിൾ നേരത്തെയും പ്രവചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇതിനെ ഇഗ്നോർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ദാറ്റ് ഹാഡ് ഏർലിയർ പ്രൊഫസൈസ്ഡ് ലയസ് ഡെത്ത് അറ്റ് ദ ഹാൻഡ് ഓഫ് ദെയർ സൺ ഹൂ വുഡ് ഇവഞ്ച്വലി മാരി ഹിസ് മദർ. അതെ,
ഒരിക്കൽ ഇതേ ഡെൽഫിക് ഒറാക്കിൾ ലയസിൻ്റെ മരണം തൻ്റെ സ്വന്തം പുത്രൻ്റെ കൈകൾ കൊണ്ടായിരിക്കും എന്ന് പ്രവചിച്ചിരുന്നു. മാത്രമല്ല, എന്നിട്ട് ആ പുത്രൻ തൻ്റെ സ്വന്തം മാതാവിനെ, അതായത് ഇവളെ തന്നെ, ജൊക്കാസ്റ്റയെ തന്നെ വിവാഹം കഴിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് ഷീ ബിലീവ്സ് ദാറ്റ് പ്രൊഫസി ഡിഡ് നോട്ട് ഹാപ്പൻ. പക്ഷേ അവൾ വിശ്വസിക്കുന്നത്, ജൊക്കാസ്റ്റ വിശ്വസിക്കുന്നത്, ആ ഒരു പ്രവചനം അവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ്. കാരണം ആസ് ദേ ഹാഡ് അബാൻഡൻഡ് ദെയർ ബേബി, കാരണം അവർ അവരുടെ കുട്ടിയെ ഉപേക്ഷിച്ചിരുന്നു, അബാൻഡൻ ചെയ്തിരുന്നു. ആൻഡ് വേർ സബ്സീക്വൻ്റ്ലി ഇൻഫോംഡ് ദാറ്റ് ഹീ ഹാഡ് ഡൈഡ് ഏർലി. മാത്രമല്ല, അവർക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം നേരത്തെ മരിച്ചു പോയിട്ടുണ്ട് എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജൊക്കാസ്റ്റ വാദിക്കുകയാണ് ദാറ്റ് ദ സൺ കുഡ് നോട്ട് ഹാവ് കിൽഡ് ഹിസ് ഫാദർ. അതുകൊണ്ട് തന്നെ അവരുടെ മകൻ ഒരിക്കലും അവൻ്റെ ഫാദറിനെ കൊന്നിട്ടുണ്ടായിരിക്കില്ല. നോർ മാരീഡ് ഹിസ് മദർ. മാത്രമല്ല, എന്നിട്ട് മദറിനെ കല്യാണം കഴിക്കുകയും ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം മദർ ആരാണ്? ജൊക്കാസ്റ്റ തന്നെയാണല്ലോ. അപ്പോൾ ലയസ് അപ്പോൾ ഇവിടെ അതനുസരിച്ച്, അഭിപ്രായം അനുസരിച്ച് ഡെൽഫിക് ഒറാക്കിളിൻ്റെ പ്രവചനം തെറ്റിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇത് അങ്ങനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല, ഇതും തെറ്റായിരിക്കാം എന്നാണ് അവൾ പറഞ്ഞു വരുന്നത്. ലയസ്, അക്കോർഡിംഗ് ടു ഹെർ, അവരുടെ അഭിപ്രായം അനുസരിച്ച് ലയസ് വാസ് കിൽഡ് ബൈ എ ബാൻഡ് ഓഫ് റോബേഴ്സ് ഓൺ എ ക്രോസ് റോഡ്. ഒരു ക്രോസ് റോഡിൽ വെച്ച്, ക്രോസ് റോഡ് മീൻസ് 3 റോഡുകൾ കൂടിച്ചേരുന്ന സംഗമത്തിനാണ് ക്രോസ് റോഡ് എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ട് ഒരു കൂട്ടം കൊള്ളക്കാരുടെ കൈകൾ കൊണ്ടാണ് ഇവരുടെ അഭിപ്രായം അനുസരിച്ച് ലയസ് കൊല്ലപ്പെട്ടത്. ദിസ് ഈസ് ഹൗ ജൊക്കാസ്റ്റോ കൺഫേർഡ്സ് ഹെർ പ്രസൻറ്റ് ഹസ്ബൻഡ്. ഇങ്ങനെയാണ് ജൊക്കാസ്റ്റോ തൻ്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത്. ആ ജൊക്കാസ്റ്റോ ഈഡിപ്പസിനോട് സംസാരിക്കുന്ന ആ സംസാരമാണ് താഴെ വരുന്നത്. ജൊക്കാസ്റ്റോ, ദെൻ ഹൗ മേസ്റ്റ് ഈസ് ദൈ കോൺഷ്യൻസ് ഓൺ ദാറ്റ് സ്കോർ. ഈ ഒരു അവസ്ഥയിൽ, ഓൺ ദാറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിൽ, ഈ ഒരു കാര്യങ്ങളുടെ അവസ്ഥയിൽ നിങ്ങളുടെ കോൺഷ്യൻസിനെ, നിങ്ങളുടെ മനോനിലയെ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ സാധിക്കും, ഈസ് ചെയ്യാൻ സാധിക്കും. ലിസൺ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ. ആൻഡ് ഐ വിൽ കൺവിൻസ് ദീ, ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താം, ദാറ്റ് നോ മാൻ ഹാഡ് സ്കോട്ട് ഓർ ലോട്ട് ഇൻ ദ പ്രൊഫറ്റിക് ആർട്ട്. ഒരു മനുഷ്യൻക്കും ഈ പ്രവചനകലയിൽ പ്രത്യേകിച്ച് കഴിവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അവൾ പറയുന്നത്. ഈ സ്കോട്ട് ഓർ ലോട്ട് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ പറയൽ ഈ ടാക്സ് അടക്കുന്നതിനൊക്കെയാണ്. അതായത് ഈ പ്രവചനകലയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ടാക്സ് അടിച്ചിട്ട് അതിൽ പ്രത്യേകിച്ച് കഴിവൊന്നും ആരും ഇതുവരെ നേടിയെടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഹിയർ ഈസ് ദ പ്രൂഫ് ഇൻ ബ്രീഫ്. ഇവിടെ അതിന് തെളിവുണ്ട്, ഒരു ചെറിയൊരു തെളിവിൻ്റെ കയ്യിലുണ്ട്. ആൻ ഒറാക്കിൾ വൺസ് കെയിം ടു ലയസ്. ഒരിക്കൽ ഒരു ഒറാക്കിൾ, ഒരു ത്രികാലജ്ഞാനി ലയസിൻ്റെ അടുത്തേക്ക് വന്നു. ബ്രാക്കറ്റിൽ പറയുന്നത്, ഐ വിൽ നോട്ട് സേ ഇറ്റ് വാസ് ഫ്രം ദ ഡെൽഫിക് ഗോഡ് ഹിംസെൽഫ്. അത് ഡെൽഫിക് ഗോഡിൽ നിന്നാണ്, ഡെൽഫിക് ദൈവത്തിൽ നിന്നാണെന്ന് ഒരിക്കലും ഞാൻ പറയൂല, കാരണം ദൈവത്തിന് അങ്ങനെ തെറ്റ് പറ്റൂലല്ലോ. ബട്ട് ഫ്രം ഹിസ് മിനിസ്റ്റേഴ്സ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരിൽ നിന്നായിരിക്കാം? അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റേഴ്സിൽപ്പെട്ട, അനുയായികൾപ്പെട്ട ആരെങ്കിലും, അസിസ്റ്റൻറ്റുമാരിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. അതുകൊണ്ടായിരിക്കും പ്രവചനം തെറ്റിയതെന്ന് പറയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം വന്നിട്ട് എന്താ പറഞ്ഞത്? ഡിക്ലെയറിങ്, അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ട്, ഹി വാസ് ഡൂംഡ്. ഹി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലയസ് വിധിക്കപ്പെട്ടിരിക്കുന്നു ടു പെരിഷ്, എന്ത് ചെയ്യാൻ? കൊല്ലപ്പെടാൻ, അല്ലെങ്കിൽ ആക്രമിക്കപ്പെടാൻ. ബൈ ദ ഹാൻഡ് ഓഫ് ഹിസ് ഓൺ സൺ, അവൻ്റെ സ്വന്തം മകൻ്റെ കൈകളാൽ. എ ചൈൽഡ് ദാറ്റ് ഷുഡ് ബി ബോൺ ടു ഹിം ബൈ മീ. ആ കുട്ടി ആരായിരിക്കണം? എന്നിലൂടെ ലയസിന് ജനിക്കുന്ന കുട്ടിയായിരിക്കും ആ കുട്ടിയുടെ കൈകളാലാണ് അദ്ദേഹം മരിക്കാൻ പോകുന്നത്. എന്നാൽ ഇപ്പോൾ ലയസ്, സോ അറ്റ്ലീസ്റ്റ് റിപ്പോർട്ട് അഫേംഡ്, റിപ്പോർട്ട് വ്യക്തമാക്കുന്നതിനനുസരിച്ച്, അഫേം ചെയ്യുന്നതിനനുസരിച്ച് ലയസ് വാസ് മർഡേർഡ്, ലയസ് കൊല്ലപ്പെടുന്നത് ഓൺ എ ഡേ, ഒരു ദിവസം, ബൈ ഹൈവേ മാൻ, ഈ വഴിയാത്രക്കാരാലാണ് കൊല്ലപ്പെടുന്നത്. നോ നേറ്റീവ്സ്, അവിടുത്തെ സ്വദേശികളായ ആളുകളായിരുന്നില്ല കൊന്നത്. അറ്റ് എ സ്പോട്ട്, അതും ഒരു സ്ഥലത്ത് വെച്ച്, വേർ 3 റോഡ്സ് മീറ്റ്, 3 റോഡുകൾ സംഗമിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച്. ആസ് ഫോർ ദ ചൈൽഡ്, ഇനി ഞങ്ങൾക്കുണ്ടായ കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇറ്റ് വാസ് ബട്ട് 3 days ഓൾഡ്, അതിന് കേവലം 3 ദിവസം മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. വെൻ ലയസ്, അതേസമയം ലയസ്, ഇറ്റ്സ് ആംഗിൾസ് പിയേഴ്സ്ഡ് ആൻഡ് പിൻഡ് ടുഗദർ, അതിൻ്റെ കൈകാലുകളൊക്കെ വലിക്കുകയും പിന്നെ ചുരുട്ടുകയൊക്കെ ചെയ്തുകൊണ്ട്, ഗെയ്വ് ഇറ്റ് ടു ബി കാസ്റ്റ് അവേ, അതിന് ദൂരേക്ക് വലിച്ചെറിയപ്പെടാൻ വേണ്ടി നൽകുകയാണ്. ബൈ അതേഴ്സ് ഓൺ ദ ട്രാക്ലെസ് മൗണ്ടെയിൻ സൈഡ്, അതെ, ഒരു വഴിയോ മറ്റോ ഇല്ലാത്ത ഒരു മൗണ്ടെയിൻ സൈഡിൽ, ഒരു പർവ്വത ഭാഗത്തെ ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് കാസ്റ്റ് അവേ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ വേണ്ടി, വലിച്ചെറിയാൻ വേണ്ടി പറയാണ്. സോ ദെൻ അപ്പോളോ ബ്രോട്ട് ഇറ്റ് നോട്ട് ടു പാസ്. മാത്രമല്ല, അപ്പോളോ ദേവൻ എന്ത് ചെയ്തു? കുട്ടിയെ അങ്ങോട്ട് കൊണ്ടെത്തിക്കുകയും ചെയ്തു. ടു പാസ് ദ ചൈൽഡ് ഷുഡ് ബി ഹിസ് ഫാദേഴ്സ് മർഡറർ. അതെ, ആ കുട്ടി തൻ്റെ സ്വന്തം പിതാവിൻ്റെ കൊലപാതകി ആവരുത് എന്ന് കരുതിയിട്ട് അപ്പോളോ ദേവനായിരിക്കണം അങ്ങോട്ട് യഥാർത്ഥത്തിൽ ഞങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടാവുക എന്നപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓർ ദ ഡ്രെഡ് ടെറർ ഫൈൻഡ് അക്കംപ്ലിഷ്മെൻറ്റ്, അതുപോലെ തന്നെ ആ ഒരു ഭയാനകമായ അവസ്ഥ, അതിൻ്റെ പൂർത്തീകരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടി. ആൻഡ് ലയസ് ബി സ്ലെയിൻ ബൈ ഹിസ് ഓൺ സൺ, അതെ, ലയസ് തൻ്റെ സ്വന്തം മകൻ്റെ കൈയാൽ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി. സച്ച് വാസ് ദ പ്രൊഫറ്റ്സ് ഹോറോസ്കോപ്പ്, അങ്ങനെയായിരുന്നു ആ പ്രൊഫറ്റിൻ്റെ, പ്രവാചകൻ്റെ പ്രവചനം, ഹോറോസ്കോപ്പ് അങ്ങനെയായിരുന്നു. ഓ കിങ്, അതുകൊണ്ട് രാജാവേ,
റിഗാർഡ് ഇറ്റ് നോട്ട്, നിങ്ങളതിനെ പരിഗണിക്കേണ്ടതില്ല. ഈ പറഞ്ഞ പ്രവചനത്തെയും നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. വാട്ട് എവർ ദ ഗോഡ് ഡീംസ്, ദൈവം എന്താണോ നിനക്കുന്നത്, വിചാരിക്കുന്നത്, തീരുമാനിക്കുന്നത്, ഫിറ്റ് ടു സെർച്ച്, അന്വേഷിക്കാൻ യോജ്യമായിട്ട്, ഹിംസെൽഫ് അൺഎയ്ഡഡ് വിൽ റിവീൽ. അങ്ങനെയാണെങ്കിൽ ദൈവം തന്നെ എന്ത് ചെയ്യും? അൺഎയ്ഡഡ്, മറ്റാരുടെയും സഹായമില്ലാതെ, ഒരു എയ്ഡുമില്ലാതെ വിൽ റിവീൽ, അത് വെളിവാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ആരെങ്കിലും ഒരു പ്രവാചകൻ പ്രവചിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ദൈവത്തിനില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. The irony is that Jocasta is not aware that her child abandoned and sent away to be killed, lest it should commit the heinous crime of killing his father and marrying his mother, is none other than Oedipus. അതെ, ഇവിടുത്തെ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ജക്കാസ്റ്റ യഥാർത്ഥത്തിൽ അവരുടെ കുട്ടിയെ അവരുടെ കുട്ടിയെ ജക്കാസ്റ്റയും ലയസും, അവർക്ക് രണ്ടുപേർക്കുണ്ടായ കുട്ടിയാണല്ലോ അവർ ഉപേക്ഷിച്ചത്. എന്തിനു വേണ്ടിയിട്ട്? ജൊക്കാസ്റ്റയെ കൊല്ലാതിരിക്കാൻ, പിന്നെ തങ്ങളുടെ സ്വന്തം അച്ഛനായ ലയസിനെ കൊല്ലുക എന്ന് പറയുന്ന ഹീനമായ കുറ്റകൃത്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും, അതിനുശേഷം ജൊക്കാസ്റ്റ എന്ന് പറയുന്ന അവൻ്റെ സ്വന്തം മാതാവിനെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അവർ ആ കുട്ടിയെ വലിച്ചെറിഞ്ഞല്ലോ. ആ കുട്ടി അത് ഈഡിപ്പസ് തന്നെയാണ് എന്ന കാര്യം അറിയാതെയാണ് ജൊക്കാസ്റ്റോ ഇതൊക്കെ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഇവിടുത്തെ വിരോധാഭാസം. പിന്നെ ഈഡിപ്പസ്, അപ്പോൾ എന്താ സംഭവിച്ചത്? ഈഡിപ്പസ് എങ്ങനെ, ആ കുട്ടി എങ്ങനെ ഇപ്പോൾ ഈഡിപ്പസ് ആയെന്ന് ചോദിച്ചാൽ, ഹു വാസ് സേവ്ഡ്, അതെ, ആ കുട്ടി എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. ആൻഡ് വാസ് ബ്രോട്ട് അപ്പ്, അതിനെ വളർത്തപ്പെടുകയും ചെയ്തു. ബൈ ദ കിങ് ആൻഡ് ക്വീൻ ഓഫ് കോർണിത്ത് ആസ് ദെയർ സൺ. അതെ, കോർണിത്ത് എന്ന് പറയുന്ന രാജ്യത്തെ മറ്റൊരു സിറ്റി സ്റ്റേറ്റാണ് കോർണിത്ത്. അവിടെയുള്ള രാജാവും രാജ്ഞിയും തങ്ങളുടെ സ്വന്തം മകനായി ഈ കുട്ടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വളർത്തുകയായിരുന്നു. പക്ഷേ ആ സത്യം ഈഡിപ്പസിനും അറിയില്ല, ജക്കാസ്റ്റക്കും അറിയില്ല. അതറിയാതെയാണ് ഇപ്പോൾ ഈ സംസാരങ്ങളൊക്കെ നടക്കുന്നതെന്നർത്ഥം. സെക്ഷൻ 4 കിടക്കാം. സെക്ഷൻ 4 1008 മുതൽ 1310 വരെയുള്ള ലൈനുകളുടെ സമ്മറിയും അനാലിസിസുമാണ്. Oedipus had earlier heard the prophecy when he was in Corinth as the son of the king and queen of Corinth. കോർണിത്തിലെ കിങ്ങിൻ്റെയും ക്വീനിൻ്റെയും മകനായി കോർണിത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കെ ഈഡിപ്പസും ഈ ഒരു പ്രവചനം അവിടെ വെച്ച് കേട്ടിരുന്നു. അതായത് ഈഡിപ്പസ് തൻ്റെ സ്വന്തം അച്ഛനെ കൊല്ലുകയും സ്വന്തം അമ്മയെ കല്യാണം കഴിക്കുകയും എന്ന് പറയുന്ന ആ ഒരു പ്രവചനം. Oedipus has no clue about his adoption by the Corinth king and queen. കോർണിത്തിലെ കിങ്ങും ക്വീനും അവനെ ദത്തെടുത്തതാണ് എന്നതിനെക്കുറിച്ച്, അവനെ അഡോപ്റ്റ് ചെയ്തതാണ് എന്നതിനെക്കുറിച്ച് അവനൊരു ക്ലൂ ഉണ്ടായിരുന്നില്ല. So he decides to run away from Corinth to avoid committing such a heinous crime. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഹീനമായ കുറ്റകൃത്യം ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു? കോർണിത്തിൽ നിന്ന് ഓടിപ്പോവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവൻ തീബ്സിലേക്ക് ഓടിപ്പോന്നതാണ്. അങ്ങനെ തീബ്സിലെ രാജാവുകയാണ് പിന്നീട് ചെയ്തത്. നൗ ആസ് കിങ് ഓഫ് തീബ്സ്, ഇപ്പോൾ തീബ്സിലെ രാജാവായിരിക്കെ, വൈൽ വെയിറ്റിംഗ് ടു സോൾവ് ദ മർഡർ ഓഫ് ലയസ്, അതെ, ലയസിൻ്റെ കൊലപാതകത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഹി ലേൺസ്, അവൻ മനസ്സിലാക്കുന്നു, ദാറ്റ് ദ കിങ് ഓഫ് കോർണിത്ത് പോളിബസ് ഹാസ് ഡൈഡ് ഓഫ് നാച്ചുറൽ കോസസ്. കോർണിത്തിലെ രാജാവായ പോളിബസ് മരിച്ചത് സ്വാഭാവിക കാരണങ്ങളാലാണ് എന്നവൻ മനസ്സിലാക്കുന്നു. അതായത് അവൻ അവിടുന്ന് പോകുന്നതിന് ശേഷം അയാൾ മരിച്ചു. ആൻഡ് ഹീ ഫീൽസ് റിലീവ്ഡ്. മാത്രമല്ല ഇത് കേട്ടപ്പോൾ അവനക്ക് വലിയൊരു ആശ്വാസം തോന്നി. ദാറ്റ് ദ പ്രൊഫസി ഹാഡ് നോട്ട് കം ട്രൂ. അതായത് കോർണിത്തിൽ വെച്ച് അവൻ കേട്ട ആ പ്രൊഫസി അത് ശരിയായിട്ടില്ല, തെറ്റായിരുന്നു എന്നൊരു ആശ്വാസം അവൻ ഫീൽ ചെയ്തു. ദി മെസ്സഞ്ചർ ഫ്രം കോർണിത്ത് ഷോക്സ് ഹിം ബൈ ഡിസ്ക്ലോസിംഗ് ദ ട്രൂത്ത് ദാറ്റ് ദ കിങ് ആൻഡ് ക്വീൻ ഓഫ് കോർണിത്ത് വേർ നോട്ട് ഹിസ് ജനറ്റിക് പാരൻസ്. എന്നാൽ കോർണിത്തിൽ നിന്നുള്ള ഒരു മെസ്സഞ്ചർ, ഒരു സന്ദേശവാഹകൻ ചില സത്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചപ്പോൾ അദ്ദേഹം ആകെ ഷോക്കാവുന്നു. എന്താണ് ആ സത്യം? കോർണിത്തിലെ രാജാവും രാജ്ഞിയും അവൻ്റെ ജനറ്റിക് പാരൻസ് അല്ല, അവൻ്റെ ശരിയായ ബയോളജിക്കൽ പാരൻസ് അല്ല, ബട്ട് ഓൺലി ഹിസ് ഫോസ്റ്റർ പാരൻസ്, മറിച്ച് അവൻ്റെ വളർത്തു പാരൻസ് മാത്രമാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. ദ മെസ്സഞ്ചർ സേസ് ദാറ്റ് എ ഷെപ്പേർഡ് ഹാഡ് റെസ്ക്യൂഡ് ദ അബാൻഡൻഡ് ബേബി ഓഫ് ലയസ് ആൻഡ് ജൊക്കാസ്റ്റോ. മെസ്സഞ്ചർ പറയാണ്, ഈ ലയസും ജൊക്കാസ്റ്റയും തങ്ങളുടെ കുട്ടിയെ ആ മൗണ്ടെയിൻ സൈഡിൽ ഉപേക്ഷിച്ച സമയത്ത് ഒരു ഷെപ്പേർഡ് വന്നിട്ട്, ഒരു ആട്ടിടയൻ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നത്. എന്നിട്ട് ആ കുട്ടിയെ ഈ മെസ്സഞ്ചറിലേക്ക് അത് കൈമാറി. ആ ഷെപ്പേർഡ് ഇദ്ദേഹം ആ സമയത്ത് കുട്ടികളില്ലാതിരുന്ന കോർണിത്തിലെ കിങ്ങിനും ക്വീനും കൊണ്ടുപോയിട്ട് ആ കുട്ടിയെ സമ്മാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവരുടെ മകനായിട്ടും വളർന്നത്. പക്ഷേ അവർ ആ വിഷയം ഈഡിപ്പസിനോട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈഡിപ്പസിന് അത് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് അത് അറിയുന്നത്. ഇറ്റ് ഈസ് അറ്റ് ദിസ് പോയിന്റ്, ഈ ഒരു പോയിന്റിൽ വെച്ചാണ് ഈഡിപ്പസ് റിക്കാൾസ് ഹിസ് ഫൈറ്റ് അറ്റ് എ ക്രോസ് റോഡ്. ആ ക്രോസ് റോഡിൽ വെച്ച ഉണ്ടായ ഒരു ഫൈറ്റ് അവൻ ഓർക്കുന്നത്. വെൻ ഹി വാസ് റണ്ണിങ് അവേ ഫ്രം കോർണിത്ത്. കോർണിത്തിൽ നിന്ന് അവൻ ഓടി വരുമ്പോൾ, കോർണിത്തിൽ നിന്ന് ഓടിപ്പോകുന്നത് എന്തുകൊണ്ടാണ്?
അവൻ സ്വന്തം അച്ഛനെ കൊല്ലുകയും അമ്മയെ കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ഹീനകൃത്യത്തിൽ ഏർപ്പെടാതിരിക്കാൻ വേണ്ടി. കാരണം അവൻ്റെ വിശ്വാസം അനുസരിച്ച് അവൻ്റെ യഥാർത്ഥത്തിലുള്ള ജനറ്റിക് പാരൻസ് അവരാണല്ലോ. കാരണം അവർ ദത്തെടുത്തതാണെന്നുള്ള വിഷയം അവരോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വഴിയിലാണ് ഒരു ക്രോസ് റോഡിൽ വെച്ചൊരു ഫൈറ്റ് നടന്നവൻ ഓർക്കുന്നത്. വിത്ത് സംവൺ ഹു റിസംബിൾഡ് ലയസ്. അതെ, ലയസിനോട് സാദൃശ്യമായ ഒരു വ്യക്തിയോടായിരുന്നു അവൻ അവിടെ വെച്ച് ഫൈറ്റിൽ ഏർപ്പെട്ടത്. അതവനക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ ഈ പറഞ്ഞതിന് എന്ത് മനസ്സിലായി? നേരത്തെ ജൊക്കാസ്റ്റോ പറഞ്ഞ ലയസ് കൊല്ലപ്പെടുന്നത് ക്രോസ് റോഡിൽ വെച്ചാണല്ലോ. അപ്പോൾ ലയസിനെ കൊന്നത് ഇവൻ തന്നെയാണെന്ന് അവനിങ്ങനെ മനസ്സിലായി വരികയാണ്. ദ സ്റ്റോറി അൺഫോൾഡ്സ് ബിഫോർ ഹിസ് ഐസ്. അതെ, കഥ അവൻ്റെ കൺമുമ്പിൽ ചുരുളഴിയുകയാണ്. ഡിസൈറിങ് ടു ഗെറ്റ് ടു ദ ബോട്ടം ഓഫ് ദ ട്രൂത്ത്. സത്യത്തിൻ്റെ അടിത്തട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ആഗ്രഹത്താൽ ഹി റിസോൾവ്സ് ടു ട്രാക്ക് ഡൗൺ ദ ഷെപ്പേർഡ്. അവൻ നേരത്തെ മെസ്സഞ്ചർ പറഞ്ഞ ആ ഷെപ്പേർഡിനെ തേടി അവൻ യാത്ര തിരിക്കുകയാണ്. ആ ഷെപ്പേർഡിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഹു ഹാഡ് റെസ്ക്യൂഡ് ദ അബാൻഡൻഡ് ബേബി ഓഫ് ലയസ് ആൻഡ് ജൊക്കാസ്റ്റോ. ഏത് ഷെപ്പേർഡ്? ജൊക്കാസ്റ്റോയിൽ നിന്നും ലയസിൽ നിന്നും കുട്ടിയെ രക്ഷപ്പെടുത്തിയ ആ ഷെപ്പേർഡ്. ആൻഡ് ലേൺ ദ ട്രൂത്ത് അബൌട്ട് ഹിസ് ബർത്ത്. എന്നിട്ട് ഇവൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സത്യം അറിയാൻ വേണ്ടിയിട്ട് ഈഡിപ്പസ് ശ്രമിക്കുകയാണ്. ഹി ടെൽസ് ജൊക്കാസ്റ്റോ. എന്നിട്ട് അവൻ ജൊക്കാസ്റ്റോയോട്, ഇപ്പോഴത്തെ അവൻ്റെ ഭാര്യയായ ജൊക്കാസ്റ്റോയോട് പറയാണ്. ആ പറയുന്ന കാര്യങ്ങളാണ് താഴെ കൊടുത്തുള്ളത്. Oedipus, who has a hair climbed that thou to hear my tale of dare adventures. ജൊക്കാസ്റ്റ, എൻ്റെ ഭയാനകമായ സാഹസിക കഥകൾ, ഡയർ എന്ന് പറഞ്ഞാൽ ഭയാനകമായ ഭീകരമായ സാഹസിക കഥകൾ കേൾക്കാൻ നിന്നേക്കാളും അവകാശവാദം ഉന്നയിക്കുന്ന മറ്റാരാണ് ഉള്ളത്? അതുകൊണ്ട് ലിസൺ ദെൻ, നീ എന്നെ ശ്രദ്ധിക്ക്, നീ ശ്രദ്ധിച്ച് കേൾക്ക്. മൈ സെയർ വാസ് പോളിബസ് ഓഫ് കോർണിത്ത്. എൻ്റെ പിതാവ്, സെയർ മീൻസ് ഫാദർ, എൻ്റെ പിതാവ് കോർണിത്തിലെ പോളിബസ് രാജാവായിരുന്നു. ആൻഡ് മൈ മദർ മെറോപ്പ് എ ഡോറിയൻ. എൻ്റെ മദർ അവിടുത്തെ രാജ്ഞിയായ മെറോപ്പായിരുന്നു. മെറോപ്പ് ഒരു ഡോറിയൻ ഗോത്രവർഗ്ഗക്കാരിയാണ്. ആൻഡ് ഐ വാസ് ഹെൽഡ് ദ ഫോർമോസ്റ്റ് സിറ്റിസൺ. ഞാനാണെങ്കിലോ അവിടുത്തെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ഒരു പൗരനുമാണ്. കാരണം ഇവരുടെ മകനാണല്ലോ. ആൻഡ് ഐ ടിൽ എ സ്ട്രേഞ്ച് തിങ് ബിഫെൽ മീ. തികച്ചും സ്ട്രേഞ്ചായ ഒരു അപൂർവമായൊരു കാര്യം എന്നിൽ വന്ന് ഭവിക്കുന്നത് വരെ. സ്ട്രേഞ്ച് ഇൻഡീഡ്, തീർച്ചയായും ഒരു സ്ട്രേഞ്ചായ കാര്യം തന്നെയായിരുന്നു അത്. ഇറ്റ് സ്കേഴ്സ് ഡിസേർവിങ് ഓൾ ദ ഹീറ്റ്. ഇറ്റ് സ്റ്റിറഡ് എ റോയിസ്റ്ററർ അറ്റ് സം ബാങ്ക്വറ്റ് ഫ്ലോൺ വിത്ത് വൈൻ. അതെ, ഒരു റോയിസ്റ്ററർ, ഒരു പൊങ്ങച്ചക്കാരൻ, പൊങ്ങച്ചം പറയുന്ന ഒരാൾ ഒരു വിരുന്നിൽ വെച്ച്, ഒരു പൊതു സൽക്കാരമാണ്, അതിൽ വെച്ചിട്ട് വൈനടിച്ച് ആകെ ഫ്ലൗണായിട്ട് വീർത്തിട്ടുണ്ട്. ഒരു ഷൗട്ടഡ് അട്ടഹസിച്ച് പറഞ്ഞു, ദൗ ആർട്ട് നോട്ട് ട്രൂ സൺ ഓഫ് ദൈ സെയർ. നീ നിൻ്റെ പിതാവിൻ്റെ യഥാർത്ഥ മകനല്ല. യഥാർത്ഥത്തിൽ ഇത് വലിയൊരു ഷോക്കായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം. കാരണം ആളുകളുടെ ഇടയിൽ വെച്ച് പരസ്യമായിട്ടാണ് പറയുന്നത്, നീ നിൻ്റെ പിതാവിൻ്റെ യഥാർത്ഥ മകനല്ല എന്ന്. അത് എത്രമാത്രം അപമാനകരവും നിന്ദകരവുമാണ് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ വരികളുടെ അനാലിസിസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് ഈ പറഞ്ഞു തന്നെയാണ്, അത് ആവർത്തിക്കുന്നില്ല. അടുത്ത പേജിലേക്ക് പോകാം. അവിടെ ഈഡിപ്പസിൻ്റെ സംസാരം തുടരുകയാണ്. ജോക്കാസ്റ്റയോടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈഡിപ്പസ്, ഇറ്റ് ഈക്ക്ഡ് മീ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആ പറച്ചിൽ കേട്ട് അതെന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. ബട്ട് ഐ സ്റ്റൊമക്ക്ഡ് ഫോർ ദ നോൺസ് ദ ഇൻസൾട്ട്. പക്ഷേ തൽസമയത്തേക്ക് ഞാനത്, ആ അപമാനം ഞാൻ സഹിച്ചു. നോൺസ് മീൻസ് ആ തൽസമയത്തേക്ക് എന്നുള്ള അർത്ഥത്തിലേക്ക് ഉപയോഗിക്കുന്നതാണ്. സ്റ്റൊമക്ക്ഡ് എന്ന് പറഞ്ഞാൽ അപമാനം സഹിക്കുന്നതിന് പറയും. ഓൺ ദ മോറോ, തൊട്ടടുത്ത ദിവസം, ഐ സോട്ട് ഔട്ട് മൈ മദർ. ഞാൻ എൻ്റെ മദറിനോട് അന്വേഷിച്ചു. ആൻഡ് മൈ സയർ, എൻ്റെ പിതാവിനോടും. ആൻഡ് ഐ ക്വസ്റ്റ്യൻഡ് ദം, ഞാൻ അവരെ ചോദ്യം ചെയ്തു. ദേ വർ ഇൻഡിഗ്നൻറ്റ് അറ്റ് ദ റാൻഡം സ്ലർ കാസ്റ്റ് ഓൺ മൈ പാരൻറ്റേജ്. എൻ്റെ ഈ പാരൻറ്റേജിൻ്റെ മേലിലുള്ള ഈ പെട്ടെന്നുള്ള ആ ഒരു അപമാനം, ആ ഒരു അപമാനപ്പെടുത്തൽ, അതിൽ അവർ വളരെയധികം രോഷാകുലരായിരുന്നു. ആൻഡ് ഡിഡ് ദെയർ ബെസ്റ്റ് ടു കംഫേർട്ട് മീ. അവർ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവരുടെ പരമാവധി ശ്രമിച്ചു. ബട്ട് സ്റ്റിൽ ദ വെനംഡ് ബാർബ്. പക്ഷെ അപ്പോഴും വിഷം പുരണ്ട അമ്പിൻ്റെ അഗ്രം, ശൂലാഗ്രം, റാങ്കിൾഡ്, അതെന്നെ കുത്തിനോവിച്ചു. അതൊരു ആലങ്കാരികമായി പറഞ്ഞതാണ്. ഫോർ സ്റ്റിൽ ദ സ്കാൻഡൽ സ്പ്രെഡ് ആൻഡ് ഗ്രൂ. കാരണം ഇപ്പോഴും ഈ ഒരു സ്കാൻഡൽ, ഈ ഒരു അപവാദ പ്രചരണം, ഈ ഒരു ആക്ഷേപം അതിങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പ്രിവിലി വിത്തൗട്ട് ദെയർ ലീവ്. അങ്ങനെ പ്രിവിലി മീൻസ് ഇൻ സീക്രട്ട്, അവരുടെ അനുവാദമില്ലാതെ ഐ വെൻറ്റ് ടു ഡൽഹി. ഞാൻ ഡൽഹിയിലേക്ക് പോയി. ആൻഡ് അപ്പോളോ സെൻഡ് മീ ബാക്ക്. അപ്പോളോ എന്നെ തിരിച്ചയച്ചു. ബോൾഡ് ഓഫ് ദ നോളജ് ദാറ്റ് ഐ കെയിം ടു സീക്ക്. ഞാൻ സീക്ക് ചെയ്യാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി വന്ന ആ നോളജിനെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട്, അതിനെ തടഞ്ഞു വെച്ചുകൊണ്ട്, അതിനെക്കുറിച്ചൊന്നും പറയാതെ എന്നെ തിരിച്ചയച്ചു. ബട്ട് അതർ ഗ്രീവസ് തിങ്സ് ഹി പ്രൊഫസൈസ്ഡ്. പക്ഷേ മറ്റു ചില ഗ്രീവസ് ആയിട്ടുള്ള, ദുഃഖകരമായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പ്രവചിച്ചു. അതിൻ്റെ അനാലിസിസാണ് താഴെ കൊടുത്തിട്ട് ജസ്റ്റ് വായിക്കാം. ദിസ് ഡിസ്ക്ലോഷർ ബോദേഴ്സ് ഹിം ആൻഡ് ടു ഫൈൻഡ് ദ ട്രൂത്ത് അബൌട്ട് ഹിസ് ലൈഫ് ഹി ഗോസ് ടു ഡൽഹി ടു കൺസൾട്ട് ദ ഒറാക്കിൾ. ഇവനെക്കുറിച്ചുള്ള ഈ ഒരു
വെളിപ്പെടുത്തൽ, ഇവൻ്റെ പിതാവിൻ്റെ കോർണത്തിലെ ആ രാജാവിൻ്റെ മകനല്ല എന്ന് പറയുന്ന വെളിപ്പെടുത്തൽ, അതിനെക്കുറിച്ചുള്ള അത് വല്ലാതാണ് അസ്വസ്ഥപ്പെടുത്തി. അങ്ങനെ അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സത്യം അന്വേഷിക്കാൻ വേണ്ടി അവൻ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. ആരെ കാണാൻ വേണ്ടി? ഒറാക്കിളിനെ കാണാൻ വേണ്ടി. ദോ ദ ഒറാക്കിൾ ഡസ് നോട്ട് ഗീവ് ഹിം an answer to his question, അവൻ്റെ ചോദ്യത്തിന് ഒറാക്കിൾ ഉത്തരം കൊടുത്തില്ലെങ്കിലും ഹി പ്രൊഫസൈസസ് ദാറ്റ് ഈഡിപ്പസ് വിൽ സ്ലേ ഹിസ് ഫാദർ ആൻഡ് മാരി ഹിസ് മദർ, ഈഡിപ്പസ് അവൻ്റെ ഫാദറിനെ കൊല്ലുകയും മദറിനെ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞു. The Delphic oracle had marked Oedipus twice in Thebes and in Corinth as the future perpetrator of crime against his parents. തൻ്റെ പാരൻസിനെതിരെ കുറ്റകൃത്യം ചെയ്യാൻ പോകുന്ന വ്യക്തി എന്ന നിലയിൽ ഈഡിപ്പസിനെ ഒറാക്കിൾ 2 തവണ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം തീബ്സിൽ വെച്ചും ഒരു പ്രാവശ്യം കോർണത്തിൽ വെച്ചും. തീബ്സിൽ വെച്ചപ്പോഴാണെന്ന് വെച്ചാൽ അവൻ ജനിക്കുന്നതിന് മുമ്പ് അവൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഡെൽഫിക്, അതായത് നിങ്ങൾക്കൊരു മകനുണ്ടാകും, ആ മകൻ നിങ്ങളെ കൊല്ലും, നിങ്ങളുടെ ഭാര്യയെ കല്യാണം കഴിക്കും. അതേ കാര്യം ഇപ്പോൾ ഇവനോട് ഡെൽഫിക് വീണ്ടും ഇവിടെ വെച്ചിട്ട് പറയാണ്, കോർണത്തിൽ വെച്ചിട്ട്. ലാമെൻറ്റേഷൻസ്, മൗണിങ്സ്, പോർട്ടൻസ്, ഡെയർ. ഈഡിപ്പസ് തുടരുകയാണ്. ഭയാനകമായ ദുർനിമിത്തങ്ങൾ, മനക്ലേശങ്ങൾ, വിലാപങ്ങൾ, നിലവിളികൾ. ടു വിറ്റ് ഐ ഷുഡ് ഡിഫൈൽ മൈ മദേഴ്സ് ബെഡ്, എല്ലാം എൻ്റെ അമ്മയുടെ കിടപ്പറയെ ഞാൻ ചീത്തയാക്കിയതിൻ്റെ പേരിൽ. ആൻഡ് റൈസ് അപ്പ് സീഡ് ടു ലോത്സം ടു ബിഹോൾഡ്, ആ സ്വന്തം അമ്മയിലൂടെ കുട്ടികളെ ജനിപ്പിക്കുക, വിത്ത് മുളപ്പിക്കുക എന്നുള്ളതും കണ്ടു നിൽക്കാൻ വളരെയധികം ജുഗുപ്സയുണ്ടാക്കുന്നതാണ്, വെറുപ്പുണ്ടാക്കുന്നതാണ്. വാട്ട് ഗോഡ്സ് ഡിഗ്രി നോ മാൻ ക്യാൻ എസ്കേപ്പ്, ദൈവം എന്താണോ വിധിക്കുന്നത് അതിൽ നിന്നൊരു മനുഷ്യനും രക്ഷപ്പെടാൻ സാധിക്കില്ല. ആൻഡ് സ്ലേ ദ ഫാദർ ഫ്രം ഹൂസ് ലോയിൻസ് ഐ സ്പ്രാങ്, ഏത് അച്ഛൻ്റെ മുതുകിൽ നിന്നാണോ ഞാൻ വിടർന്നുണ്ടായത്, സ്പ്രിങ് ചെയ്തുണ്ടായത്, ഏത് ഫാദറിൻ്റെ മുതുകിൽ നിന്നാണോ ഞാൻ വിടർന്നുണ്ടായത് അതേ ഫാദറിനെ തന്നെ ഞാൻ വെട്ടിക്കൊലപ്പെടുത്തി. ദെൻ ലേഡി, പിന്നെ ഓ പെണ്ണെ, ദൗ ഷാൾട്ട് ഹിയർ ദ വെരി ട്രൂത്ത്, നീ ആ പരമസത്യം നിനക്ക് കേൾക്കാം. ആസ് ഐ ഡ്രീവ് നിയർ ദ ട്രിപ്പിൾ ബ്രാഞ്ചിങ് റോഡ്സ്, ഞാൻ 3 ബ്രാഞ്ചുകളുള്ള ഒരു റോഡുകളുടെ ഇവിടെ ഞാൻ സഞ്ചരിക്കുന്ന സമയത്ത്, എ ഹെറാൾഡ് മെറ്റ് മീ, ഒരു വിളംബരക്കാരൻ, രാജാക്കന്മാരൊക്കെ വരുമ്പോൾ അവരുടെ മുമ്പിൽ ആദ്യം ഒരു വിളംബരക്കാരൻ വരും, അവരിന്നാൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിളംബരക്കാരൻ വന്ന് എന്നോട് പറഞ്ഞു, എന്നെ കണ്ടുമുട്ടി. ആൻഡ് എ മാൻ ഹൂ സാറ്റ് ഇൻ എ കാർ, അതോടൊപ്പം തന്നെ കാറിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഡ്രോൺ ബൈ കോൾസ്, എന്ത് കാറ്? കാർ മീൻസ് ഇവിടെ കുതിരവണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. കോൾട്ട് മീൻസ് ചെറിയ കുതിരകളാണ്, കുതിരവണ്ടി. അപ്പോൾ കുതിരവണ്ടിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആസ് ഇൻ ദൈ ടെയിൽ, നിങ്ങൾ പറഞ്ഞ ആ കഥയിലുള്ളതുപോലെ, അതായത് ക്രോസ് റോഡിൽ വെച്ച് ലയസിനെ കൊന്നപ്പോൾ പറഞ്ഞ കഥയുള്ളതുപോലെ തന്നെ ഉള്ളൊരു മനുഷ്യൻ. ദ മാൻ ഇൻ ഫ്രണ്ട് ആൻഡ് ദ ഓൾഡ് മാൻ ഹിംസെൽഫ്, അതെ, മുന്നിലാണ് ആ മനുഷ്യൻ ഇരിക്കുന്നത്. ആ വയസ്സായിട്ടുണ്ട് ആ വ്യക്തി ത്രട്ടൻഡ്, എന്നെ ഭീഷണിപ്പെടുത്തി, ടു ത്രസ്റ്റ് മീ റൂഡ്ലി ഫ്രം ദ പാത്ത്, ഈ വഴിയിൽ നിന്ന് എന്നെ ക്രൂരമായിട്ട് എന്നെ പിടിച്ച് പുറത്താക്കും എന്ന് ഭീഷണിപ്പെടുത്തി. ദെൻ ജോസ്റ്റിൽഡ് ബൈ ദ ചാരിറ്റിയർ ഇൻ ദ വ്രാത്ത്, എന്നിട്ട് ദേഷ്യത്താൽ ആ രഥം വലിക്കുന്ന തേര് തെളിയിക്കുന്ന ആൾ, അദ്ദേഹം എന്ത് ചെയ്തു, എന്നെ തള്ളി. ഐ സ്ട്രക്ക് ഹിം, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പ്രഹരിച്ചു. ദ ഓൾഡ് മാൻ സീയിങ് ദിസ്, ഇതെല്ലാം കണ്ടുകൊണ്ട് ആ പ്രായമുള്ള മനുഷ്യൻ, വാച്ച്ഡ് ടിൽ ഐ പാസ്ഡ് ആൻഡ് ഫ്രം ഹിസ് കാർ ബ്രോഡ് ഡൗൺ ഫുൾ ഓൺ മൈ ഹെഡ് ദ ഡബിൾ പോയിൻറ്റഡ് ഗോഡ്, ഈ ഡബിൾ പോയിൻ്റുള്ള ഒരു ചാട്ട കൊണ്ട് എൻ്റെ തലയിൽ ആ വണ്ടിയിൽ നിന്ന് ചാടി വന്ന് എന്നെ അടിച്ചു. യെറ്റ് വാസ് ഐ കിഡ്സ് വിത്ത് ഹിം ആൻഡ് മോർ, വൺ സ്ട്രോക്ക് ഓഫ് മൈ ഗുഡ് സ്റ്റാഫ് സഫിസ്റ്റ് ടു ഫ്ലിങ് ഹിം ക്ലീൻ, പക്ഷേ എൻ്റെ ഒരൊറ്റ അടി മതിയായിരുന്നു അദ്ദേഹത്തെ ആ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് എത്തിക്കാൻ. ഔട്ട് ഓഫ് ദ ചാരിയറ്റ് സീറ്റ് ആൻഡ് ലെയ്ഡ് ഹിം പ്രോൺ, ആ ചാരിയറ്റിൻ്റെ സീറ്റിൽ നിന്ന്, ചാരിയറ്റ് മീൻസ് രഥം, ആ രഥത്തിൻ്റെ സീറ്റിൽ നിന്ന് അദ്ദേഹത്തെ എൻ്റെ അടി പുറത്തു കൊണ്ടുവരികയും പിന്നെ തല കീഴായിട്ട് വീഴ്ത്തുകയും ചെയ്തു. ലെയ്ഡ് ഹിം പ്രോൺ എന്ന് പറഞ്ഞാൽ തല കീഴായി വീഴുക, അല്ലെങ്കിൽ കമിഴ്ന്ന് വീഴുക. ആൻഡ് സോ ഐ സ്ലീവ് ദം എവരി വൺ, അങ്ങനെ ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും ഞാൻ വെട്ടിക്കൊലപ്പെടുത്തി. ബട്ട് ഈഫ് ബിറ്റ്വിക്സ് ദിസ് സ്ട്രേഞ്ചർ ദർ വാസ് ഔട്ട് ഇൻ കോമൺ വിത്ത് ലയസ്, അതിനിടയിൽ ഞാനിപ്പോൾ കണ്ട ഈ വയസ്സായ വ്യക്തി, അദ്ദേഹം നമ്മുടെ ലയസുമായിട്ട് സാദൃശ്യമുണ്ടായിരുന്നു. അത് ഞാൻ അതിനിടയിൽ ശ്രദ്ധിച്ചു. ഹു മോർ മിസറബിൾ ദാൻ ഐ, എന്നെക്കാളും വളരെയധികം ദുരിതം അനുഭവിക്കുന്നവനായിരുന്നു അദ്ദേഹം. വാട്ട് മോർട്ടൽ കുഡ് യു ഫൈൻഡ് മോർ ഗോഡ് അബോർഡ് റച്ച് ഹോം, അതായത് ദൈവം ഇത്രത്തോളം അവഗണിച്ച, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാപ്പെടുത്തിയ, പ്രയാസപ്പെടുത്തിയ, എന്നെക്കാളും പിന്നെ
വലിയ പ്രയാസമുള്ള ആളായിട്ട് അദ്ദേഹത്തെ തോന്നിച്ചു. Wretch home, no sojourner, no citizen may harbor or address whom all bound to harry from their homes. ഒരു പ്രവാസിയോ അല്ലെങ്കിൽ ആ നാട്ടിലെ പൗരനോ ആരും അദ്ദേഹത്തിന് ഒരു അഭയം കൊടുത്തില്ല. എല്ലാവരും അദ്ദേഹത്തെ അവരുടെ വീടുകളിൽ നിന്ന് ആട്ടിപ്പായിക്കുകയുണ്ടായത്. ആൻഡ് ദി സെയിം കേഴ്സ് വാസ് ലെയ്ഡ് ഓൺ മീ. ഇതേ ഒരു ശാപം എന്നിലും വന്ന് ഭവിച്ചിരുന്നു. ആൻഡ് ലെയ്ഡ് ബൈ നോൺ ബട്ട് മീ. പക്ഷേ ഈ ശാപം മറ്റാരുമാരല്ല, എന്നാൽ തന്നെയാണത് ആ ശാപം എനിക്ക് കിട്ടിയിട്ടുള്ളത്. വിത്ത് ദിസ് ഹാൻഡ്സ് ആൾ ഗ്ലോറി ഐ പൊല്യൂട്ട്. അതെ, ഈ എല്ലാ മഹത്വങ്ങളും കൂടിയുള്ള എൻ്റെ ഈ കൈകൾ കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? മലിനപ്പെടുത്തി. ദ ബെഡ് ഓഫ് ഹിം ഐ സ്ലീവ്. അദ്ദേഹത്തിൻ്റെ കിടപ്പറയെ ഞാൻ മലിനപ്പെടുത്തി. മാത്രമല്ല ഞാൻ അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു. സേ ആം ഐ വൈൽ? പറയൂ, ഞാൻ ഒരു നികൃഷ്ടനല്ലേ? ആം ഐ നോട്ട് അട്ടർലി അൺക്ലീൻ? ഞാൻ തികച്ചും അൺക്ലീൻ അല്ലേ? ഒരു റച്ചല്ലേ? ഒരു വൃത്തികെട്ടവനല്ലേ? ഡൂംഡ് ടു ബി ബാനിഷ്ഡ്. നാടുകടത്തപ്പെടാൻ വിധിക്കപ്പെട്ട. ആൻഡ് ഇൻ ബാനിഷ്മെൻറ്റ്, ആ ഒരു നാടുകടത്തലിൽ ഫോർഗോ ദ സൈറ്റ് ഓഫ് ഓൾ മൈ ഡിയറസ്റ്റ് വൺസ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും കാഴ്ചകളെ എന്നിൽ നിന്ന് ഒഴിവാക്കുന്ന സ്ഥിതിയിൽ. ആൻഡ് നെവർ ട്രെഡ് അഗെയിൻ മൈ നേറ്റീവ് എർത്ത്. ഞാനൊരിക്കലും എൻ്റെ സ്വദേശത്തേക്ക് കാലെടുത്തു വെക്കാത്ത നിലക്ക്. ഓർ എൽസ് ടു വെഡ് മൈ മദർ ആൻഡ് സ്ലേ മൈ സയർ പോളിബസ് ഹൂ ബിഗാറ്റ് മീ ആൻഡ് അപ്ഹേർഡ്. എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ പിതാവ് പോളിബസിനെ കൊല്ലാതിരിക്കാനും അതുപോലെ എൻ്റെ മദറിനെ കല്യാണം കഴിക്കാതിരിക്കാനും ഒക്കെ. ഇഫ് വൺ ഷുഡ് സേ ദിസ് ഈസ് ദി ഹാൻഡി വർക്ക്. ആരെങ്കിലും ഇതൊരു ഹാൻഡി വർക്കാണെന്ന് പറയുകയാണെങ്കിൽ ആരുടെ? ഓഫ് സം ഇൻഹ്യൂമൻ പവർ. ഏതോ ചില അമാനുഷിക ശക്തികളുടെ ഹാൻഡി വർക്കാണെന്ന് പറയുകയാണെങ്കിൽ ഹൂ കുഡ് ബ്ലെയിം ഹിസ് ജഡ്ജ്മെൻറ്റ്? ആർക്കാണ് അങ്ങനത്തെ ഒരു അമാനുഷിക ശക്തിയുടെ ജഡ്ജ്മെൻറ്റിനെ ആക്ഷേപിക്കാൻ കഴിയുക? ബട്ട് യു പ്യുവർ ആൻഡ് ഓഫുൾ ഗോഡ്സ്. പക്ഷേ ശുദ്ധരായ ഓഫുള്ളായ ദൈവങ്ങളെ ഫോർബിഡ് നിങ്ങൾ വിരോധിക്കൂ. ദാറ്റ് ഐ ഷുഡ് സീ ദാറ്റ് ഡേ. ഞാൻ അങ്ങനെ ആ ഒരു ദിവസം കാണലിനെ എന്നെ തൊട്ട് നിങ്ങൾ തടയൂ. മേ ഐ ബി ബ്ലോട്ടഡ് ഔട്ട് ഫ്രം ലിവിങ് മേൻ. ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് എന്നെ ഉപേക്ഷിക്കപ്പെടട്ടെ, ഒഴിവാക്കപ്പെടട്ടെ. ഇർ സച്ച് എ പ്ലാഗ് സ്പോട്ട് സെറ്റ് ഓൺ മീ ഇറ്റ്സ് ബ്രാൻഡ്. അത്തരമൊരു മഹാമാരിയുടെ കല എൻ്റെ മേലിൽ മുദ്ര ചാർത്തുന്നതിന് മുമ്പായിട്ട് ഈ ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് എന്നെ നീ ഒന്ന് പുറത്താക്കണമേ എന്ന് ദൈവത്തോട് പറയാണ്. ഇനി അതിൻ്റെ അനാലിസിസാണ് താഴെ വരുന്നത്. Oedipus takes the blame on himself, though he knows that he is a doomed man on whom such a curse had been laid. ഇവിടെ ഈഡിപ്പസ് അദ്ദേഹത്തെ തന്നെ വിമർശിക്കുന്നതാണ്, ആക്ഷേപിക്കുന്നതാണ് നമ്മളിവിടെ കണ്ടത്. എന്തിന്? ഈ ചെയ്ത തെറ്റുകൾക്കെല്ലാം അദ്ദേഹമാണ് ഉത്തരവാദി എന്ന നിലക്ക്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഒരു ഡൂംഡ് മാനാണ്. അതായത് അത്തരമൊരു ശാപം അദ്ദേഹത്തിൻ്റെ മേൽ ഏൽക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. ദൈവത്താൽ ശപിക്കപ്പെട്ട, വിധിക്കപ്പെട്ട, ഡൂം ചെയ്യപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ഈ തെറ്റുകളൊക്കെ അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അദ്ദേഹം ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എന്നിട്ടും ഈ തെറ്റുകൾക്ക് അദ്ദേഹത്തെ തന്നെ ബ്ലെയിം ചെയ്യാണ്. ദ കേഴ്സ് ഓഫ് ദ ഗോഡ്സ്, കോൾ ഇറ്റ് ഫേറ്റ് ഓർ ഡെസ്റ്റിനി, കനോട്ട് ബി സർക്കംവെൻറ്റഡ് ബൈ ഓർഡിനറി മോർട്ടൽസ്. അതെ, ദൈവങ്ങളുടെ കേഴ്സ്, ശാപം, അതിനെ നമുക്ക് ഫേറ്റ് എന്നോ ഡെസ്റ്റിനി എന്നൊക്കെ വിളിക്കാം. അവകൾ ഒരിക്കലും സാധാരണ മനുഷ്യർക്ക് അതിജയിക്കാൻ, മറികടക്കാൻ കഴിയില്ല, സർക്കംവെൻറ്റ് ചെയ്യാൻ കഴിയില്ല. ക്വീൻ ജൊക്കാസ്റ്റോ അണ്ടർസ്റ്റാൻഡ്സ് ദ ഹൊറർ ഓഫ് ഹെർ മാരേജ് ടു ഹെർ സൺ ആഫ്റ്റർ ദ മർഡർ ഓഫ് ഹെർ ഹസ്ബൻഡ് കിങ് ലയസ്. ഇതേ സമയം തൻ്റെ ഹസ്ബൻഡായിരുന്ന ലയസ് രാജാവിൻ്റെ കൊലപാതകത്തിന് ശേഷം താൻ വിവാഹം കഴിച്ചിരിക്കുന്നത് തൻ്റെ സ്വന്തം മകനെയാണ് എന്ന ഭയാനകമായ സത്യം ഇവിടെ ജൊക്കാസ്റ്റോ രാജ്ഞി തിരിച്ചറിയുന്നു. Despite the precaution taken by her and Laius to outwit the Delphic oracle, the prophecy had come true. ഇതെല്ലാം നേരത്തെ ഡെൽഫിക് ഒറാക്കിൾ പ്രവചിച്ചതായിരുന്നു. അതിനെ ഇവർ മറികടക്കാൻ വേണ്ടി ചില പ്രിക്കോഷൻസൊക്കെ രണ്ടുപേരും എടുത്തെങ്കിലും ഇവിടെ ആ പ്രൊഫസി സത്യമായി പുലർന്നിരിക്കുന്നു. ഓൺ ലേണിംഗ് ദ ട്രൂത്ത്, ക്വീൻ ജൊക്കാസ്റ്റോ കിൽസ് ഹെർസെൽഫ്. ഈ ഒരു സത്യം മനസ്സിലാക്കി ജൊക്കാസ്റ്റോ രാജ്ഞി ആത്മഹത്യ ചെയ്യുന്നു. സിമിലർലി വാട്ട് ഈഡിപ്പസ് ഹാസ് dreaded in the context of his foster parents in Corinth has actually come true. അതുപോലെ തന്നെ ഈഡിപ്പസ് രാജാവ് കോർണിത്തിൽ വെച്ച് തൻ്റെ ഫോസ്റ്റർ പാരൻസിൻ്റെ സമക്ഷത്തിൽ വെച്ച് ഭയപ്പെട്ട കാര്യം ഇതാ ഇവിടെ സത്യമായി പുലർന്നിരിക്കുന്നു. ഈഡിപ്പസ് തിങ്കിങ് ദാറ്റ് ഹീ ഈസ് ദ ബയോളജിക്കൽ സൺ ഓഫ് ദ കിങ് ആൻഡ് ക്വീൻ ഓഫ് കോർണിത്ത് tries to run away to disprove the oracle that had predicted the horrible crime. ഈഡിപ്പസ് എന്താ ചെയ്തത്? കോർണിത്തിലെ രാജാവും രാജ്ഞിയും തൻ്റെ ബയോളജിക്കൽ പാരൻസ് ആണെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് ഒറാക്കിളിൻ്റെ ആ പ്രവചനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോരുകയാണ്. ഡെസ്റ്റിനി ട്രിയംസ് വിത്ത് ദ ഒറാക്കിൾസ് സ്ക്രിപ്റ്റ് റണ്ണിങ് ട്രൂ ആസ് ഹി കിൽസ് ഹിസ് ബയോളജിക്കൽ ഫാദർ. ഇവിടെ വിധി ഒറാക്കിളിൻ്റെ ആ സ്ക്രിപ്റ്റോട് കൂടെ തന്നെ വിജയം വരിക്കുന്നു. എങ്ങനെ? ഇവൻ സ്വന്തം ബയോളജിക്കൽ ഫാദറായ ലയസിനെ കൊല ചെയ്യലിലൂടെ. കിങ് ലയസ് ആൻഡ് മാരീസ് ഹിസ് ബയോളജിക്കൽ മദർ. മാത്രമല്ല അവൻ്റെ ബയോളജിക്കൽ മദറിനെ കല്യാണം കഴിക്കുകയും ചെയ്തു. അപ്പോൾ അതിലൂടെ
ആ ഒറാക്കിൾ പ്രവചിച്ച ആ സ്ക്രിപ്റ്റും അതുപോലെ ദൈവത്തിൻ്റെ ആ വിധിയും ഇവിടെ നടപ്പിലാകുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ദൈവങ്ങളുടെ ഇത്തരം ശാപങ്ങളെ, വിധികളെ നമുക്ക് സാധാരണ മനുഷ്യർക്ക് സർക്കംവെൻറ്റ് ചെയ്യാൻ കഴിയില്ല. ഹി കമ്മിറ്റ്സ് ദീസ് ഹീനിയസ് ക്രൈംസ് വിത്തൗട്ട് നോവിങ് ദ ട്രൂത്ത് അബൌട്ട് ഹിസ് പാരൻറ്റേജ്. അവൻ്റെ പാരൻറ്റേജിനെ കുറിച്ച് അറിയാതെയാണ്, അതായത് ഇവരൊക്കെ ലയസും ജൊക്കാസ്റ്റയൊക്കെ തൻ്റെ പേരൻസുകളാണെന്ന് അറിയാതെയാണ് ഇവൻ ഈ തെറ്റുകളൊക്കെ, ഈ ഹീനമായ കൃത്യങ്ങളിൽ ഏർപ്പെടുന്നത്. സമ്മറി ആൻഡ് അനാലിസിസ് ഓഫ് ഈഡിപ്പസ് റെക്സ് സെക്ഷൻ 5. ഇനി സെക്ഷൻ 5ൻ്റെ സമ്മറിയും അനാലിസിസുമാണ്. ഇതിൽ 1311 മുതൽ 1684 വരെയുള്ള വരികളുടെ സമ്മറിയും അനാലിസിസുമാണ് വരുന്നത്. റഷിംഗ് ഇൻ ടു ദ പാലസ്, ഈഡിപ്പസ് ഫൈൻഡ്സ് ദാറ്റ് ദ ക്വീൻ ഹാസ് കിൽഡ് ഹെർസെൽഫ്. പാലസിലേക്ക്, കൊട്ടാരത്തിലേക്ക് പാഞ്ഞു ചെന്നപ്പോൾ ഈഡിപ്പസ് കാണുന്നത് രാജ്ഞി ജൊക്കാസ്റ്റോ ആത്മഹത്യ ചെയ്തതാണ് കാണുന്നത്. ഡിവാസ്റ്റേറ്റഡ്, ഈഡിപ്പസ് ടേക്സ് ദ പിൻസ് ഫ്രം ഹെർ ഗൗൺ. ഇത് കണ്ട് തകർന്ന് തരിപ്പണമായി ഈഡിപ്പസ് അവളുടെ ഗൗണിൽ നിന്ന് പിന്നുകൾ വലിച്ചൂരുന്നു. ആൻഡ് റൈക്സ് ഔട്ട് ഹിസ് ഐസ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് കുത്തിയിറക്കുന്നു. ആസ് എ പണിഷ്മെൻറ്റ് ഫോർ ഹിസ് ഹീനിയസ് ക്രൈംസ്. അദ്ദേഹം ചെയ്ത വളരെ ഹീനമായ കുറ്റകൃത്യങ്ങൾക്കുള്ള ഒരു പണിഷ്മെൻ്റ് ആയിട്ട്. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ടു ഹിം. അദ്ദേഹത്തിന് വിഷയമല്ല ഇഫ് ദ ക്രൈംസ് ഹാഡ് ബീൻ കമ്മിറ്റഡ് ഇൻ ടോട്ടൽ ഇഗ്നോറൻസ്. ഇവിടെ ചെയ്ത തെറ്റുകളൊക്കെ തികച്ചും അജ്ഞതയിൽ ചെയ്ത, അറിയാതെ ചെയ്ത നടന്ന സംഭവങ്ങളാണ്. അദ്ദേഹം ഒരിക്കലും അറിഞ്ഞ് ചെയ്ത തെറ്റുകളല്ല. ദ ഫാക്ട് റിമൈൻസ്. എന്നാലും ഇവിടെ വസ്തുത ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ദാറ്റ് ഹി വാസ് ദ മർഡറർ ആൻഡ് ദെയർ ഫോർ റെസ്പോൺസിബിൾ ഫോർ ബ്രിങ്ങിങ് ദ പ്ലാഗ് ഓൺ ഹിസ് സിറ്റി. അതെ, അദ്ദേഹമാണ് ഇവിടുത്തെ കൊലപാതകി, അതുകൊണ്ട് അദ്ദേഹമാണ് ഈ സിറ്റിയിൽ പ്ലാഗ് രോഗം കൊണ്ടുവരാൻ കാരണക്കാരൻ എന്ന വസ്തുത ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നുണ്ടല്ലോ. അക്കാരണത്താൽ അദ്ദേഹത്തെ തന്നെ ഇങ്ങനെ ശിക്ഷിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ആ വരികളാണ് താഴെ വരുന്നത്. തിങ്ക് വിത്ത് വാട്ട് ഐ ഹിയർ ആഫ്റ്റർ ഇൻ ദ പ്ലേസ് ഓഫ് ഷാഡോസ് കുഡ് ഐ സീ മൈ ഫാദേഴ്സ് ഫേസ് ഓർ മൈ പുവേഴ്സ് മദേഴ്സ്. ഇനി ഏത് കണ്ണുകൾ കൊണ്ടാണ് എൻ്റെ പാവം അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ മുഖത്തേക്ക് ഇനിയും ഞാൻ കണ്ണുകൾ തുറന്നിട്ട് വെക്കുകയാണെങ്കിൽ നോക്കാൻ സാധിക്കുക. ബോത്ത് ഓഫ് ഹോം ദിസ് ഹാൻഡ് ഹാത്ത് റോങ്ഡ് ടു ഡീപ്പ് ഫോർ മാൻ ടു അണ്ടർസ്റ്റാൻഡ്. ഒരു മനുഷ്യന് മനസ്സിലാക്കാവുന്നതിലും അപ്പുറം വലിയ തെറ്റുകൾ ഈ രണ്ട് പേരോടും ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, അറിയാതെയാണെങ്കിലും. ഓൺ ഹിയറിംഗ് അബൌട്ട് ഹിസ് വൈഫ് നീ മദേഴ്സ് ഡെത്ത്. ഒരേ സമയം വൈഫും മദറുമായ ജൊക്കാസ്റ്റയുടെ മരണം മാർത്ത കേട്ടുകൊണ്ട് ഹി ബിഹേവ്സ് ലൈക്ക് വൺ പൊസസ്ഡ്. അവൻ ഭ്രാന്തന്മാരെ പോലെ പെരുമാറുന്നുണ്ട് ഈഡിപ്പസ്. ഇൻ ദ വേർഡ്സ് ഓഫ് ദ മെസ്സഞ്ചർ, അവിടെ ഉണ്ടായിരുന്ന മെസ്സഞ്ചറിൻ്റെ വാക്കുകൾ അത് ശരിക്കും വിവരിച്ച് കാണിക്കുന്നുണ്ട് ആ സമയത്തെ ഈഡിപ്പസിൻ്റെ അവസ്ഥ. ബട്ട് ഹിം ആസ് ഇൻ ദ ഫറി ഓഫ് ഹിസ് ട്രൈഡ് എ സോഡ് ആൻഡ് ഷോ മീ ഹിയർ. ഹി ക്രൈഡ് ദാറ്റ് വൈഫ്, നോ വൈഫ്, ദാറ്റ് ഫീൽഡ് ഓഫ് ബ്ലഡ് സ്റ്റെയിൻഡ് എർത്ത് വേർ ഹസ്ബൻഡ് ഫാദർ സിൻ ഓൺ സിൻ ഹാഡ് ബർത്ത് പൊല്യൂട്ടഡ് ജനറേഷൻസ്. അദ്ദേഹം ദേഷ്യം വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ദേഷ്യം പിടിച്ചിട്ടുണ്ട്. അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട്, ഒരു വാള് കൊണ്ടുവരൂ. അദ്ദേഹം അങ്ങനെ ആർത്ത് കരയുന്നുണ്ട്. അതെ, വൈഫാണിത്, അല്ല വൈഫല്ല. കാരണം ഒരേ സമയം വൈഫാണ്, അതേസമയം വൈഫല്ല എന്നുള്ള അവസ്ഥയാണല്ലോ വരുന്നത്. അമ്മയാണല്ലോ. അതേസമയം ഞാൻ ഹസ്ബൻഡാണ്, അതേസമയം ഞാൻ ഫാദറുമാണ്. അതായത് അവളിൽ കുട്ടികളുണ്ടാക്കിയ ഫാദറാണ് ഞാൻ. അപ്പോൾ തെറ്റിന് മേൽ തെറ്റാണ് ഞാൻ ചെയ്തത്. മാത്രമല്ല ഒരുപാട് പൊള്യൂട്ടഡായ ജനറേഷൻസിനെ, മലിനമായിട്ടുള്ള തലമുറകളെ ജനിപ്പിച്ചല്ലോ കുട്ടികളുണ്ടായപ്പോൾ. വൈൽ ഹി ദസ് റേജ്ഡ് ഓൺ സം ഗോഡ്. അതേസമയം ചില ദൈവങ്ങളോടും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ദേഷ്യം പിടിക്കുന്നുണ്ട്. ഫോർ ഷുവർ ഇറ്റ് വാസ് നോൺ ഓഫ് us ഷോഡ് വേർ ഷി വാസ് ആൻഡ് വിത്ത് എ ഷൗട്ട് അവേ. ഞങ്ങളാരുമല്ല ഇദ്ദേഹത്തിന്, ഈ മെസ്സഞ്ചർ പറയുകയാണ്, ഞങ്ങളാരുമല്ല അദ്ദേഹത്തിന് അവൾ എവിടെയാണ് കിടക്കുന്നത് കാണിച്ചു കൊടുത്ത്, മറിച്ച് അദ്ദേഹം തന്നെ എന്ത് ചെയ്യായിരുന്നു, വരികയായിരുന്നു. ആസ് ദോ സം ഹാൻഡ് ഹാഡ് പോയിൻറ്റഡ് ടു ദ പ്രേ. ആ ഇരയിലേക്ക് ആരോ കൈ ചൂണ്ടിക്കൊടുക്കുന്നത് പോലെയാണ് അദ്ദേഹം അങ്ങോട്ട് ചെന്നത്. അത് ആരും കാണിച്ചു കൊടുക്കാത്തതിന് അദ്ദേഹം തനിയെ അങ്ങോട്ട് എത്തിപ്പെടുകയായിരുന്നു. ഹി ഡാഷ്ഡ് ഹിം ഓൺ ദ ചേംബർ ഡോർ. അദ്ദേഹം ചേംബർ ഡോറിലേക്ക് ഇടിച്ച് വീഴുകയാണ്. ദ സ്ട്രൈറ്റ് ഡോർ ബാർ ഓഫ് ഓക്ക് ഇറ്റ് ബെൻഡ് ബിനീത്ത് ഹിസ് വെയ്റ്റ്. ഓക്ക് മരം കൊണ്ടുണ്ടാക്കിയ ഡോർ ബാർ അത് ഇവിടെ വളയുകയാണ് അദ്ദേഹത്തിൻ്റെ വെയിറ്റ് കാരണത്താൽ. ഷുക്ക് ഫ്രം ഇറ്റ്സ് സോക്കറ്റ് ഫ്രീ. അതിൻ്റെ സോക്കറ്റിൽ നിന്ന് അത് ഊരിപ്പോരുകയും ചെയ്തു. ആൻഡ് ഹി ബേസ്റ്റ് ടു ദ ഡാർക്ക് ചേംബർ. ആ ഇരുണ്ട ചേംബറിലേക്ക് അദ്ദേഹം ഓടിച്ചെല്ലുകയാണ്. ദർ വി സോ ഹെർ ഫസ്റ്റ് ഹാങ്ഡ്. അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ജൊക്കാസ്റ്റോ തൂങ്ങിക്കിടക്കുന്നതാണ്. സ്വിങ്ങിങ് ഫ്രം എ നൂസ്. ഒരു കൊളുത്തിൽ നിന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. ലൈക്ക് എ ഡെഡ് ബേർഡ്, ഒരു ചത്ത പക്ഷിയെ പോലെ. ഹി ഫെൽ ബാക്ക് വെൻ ഹി സോ ഹെർ. ഈ കാഴ്ച അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, പിറകിലേക്ക് തന്നെ വീഴുകയാണ്. ദെൻ വി ഹേർഡ് എ മിസറബിൾ ഗ്രൗണ്ട് ആൻഡ് സ്ട്രൈറ്റ് ഹി ഫൗണ്ട്. അപ്പോൾ നമ്മളതാ വളരെ ഭയാനകമായ ദുരിതപൂർണമായ ഒരു മുരൾച്ചയും അവിടെ കേൾക്കുകയാണ് ഇത് കണ്ടുകൊണ്ട്. അങ്ങനെ അദ്ദേഹം സ്ട്രൈറ്റ് ഹി ഫൗണ്ട്. അദ്ദേഹം പിന്നെ നേരെ മുന്നിൽ കാണുന്നത് ആൻഡ് ലൂസ്ഡ് ദ സ്ട്രാംഗ്ലിംഗ് നോട്ട്. അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ കൊളുത്ത് ലൂസാക്കിയാണ്ട് എന്ത് ചെയ്യാണ്,
അഴിച്ച് ഇറക്കുകയാണ്. ഓൺ ദ ഗ്രൗണ്ട് ലെയ്ഡ് ഹെയർ, എന്നിട്ട് ഗ്രൗണ്ടിൽ അവളെ കിടത്തി. ദെൻ ദ സൈറ്റ് ഓഫ് ഹൊറർ കെയിം, അപ്പോഴാണ് ആ ഭയാനകമായ കാഴ്ച വരുന്നത്. ദ പിൻ ഓഫ് ഗോൾഡ് ബ്രോഡ് ബീറ്റൺ ലൈക്ക് എ ഫ്ലെയിം, തീജ്വാല പോലെ തിളങ്ങുന്ന അവളുടെ ഗൗണിലുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ പിന്ന് അദ്ദേഹം എടുക്കുന്നു. ഹി ടോർ ഫ്രം ഓഫ് ഹെർ ബ്രസ്റ്റ്, അദ്ദേഹത്തിന് അവളുടെ ബ്രസ്റ്റ് ഭാഗത്തായിരുന്നു, മാറിൻ്റെ ഭാഗത്തായിരുന്നു അതുണ്ടായിരുന്നത്, അത് പറിച്ചെടുത്തു ആ പിന്ന്. ആൻഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ഓൺ ദ ഷട്ടറിങ് ഓർബിറ്റ്സ് ഓഫ് ഹിസ് സൈഡ് ഡാഷ്ഡ് ഇറ്റ് ഔട്ട്. അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കാഴ്ചകളുടെ എല്ലാ പരിധികളെയും അദ്ദേഹം എന്ത് ചെയ്യാണ് ഈ പിന്നുകൾ ഉപയോഗിച്ച് കുത്തിപ്പൊട്ടിച്ച് ഇല്ലാതാക്കുകയാണ്. അദ്ദേഹം വിളിച്ച് പറയുന്നത് ഔട്ട് യു നെവർ മോർ ഷാൾ സീ മീ നോർ ദ ആംഗ്വിഷ് നോർ ദ സിൻസ് ഓഫ് മീ. ഈ കണ്ണുകളോട് പറയാണ്, ഇനി ഒരിക്കലും നീ എന്ത് ചെയ്യരുത്, എൻ്റെ ഈ മനോവേദനകളോ മനോദുഃഖങ്ങളും വിഷമങ്ങളോ അതുപോലെ എൻ്റെ പാപങ്ങളോ നിനക്ക് കാണാനിടവരരുത്. യു ലുക്ക്ഡ് ഓൺ ലീവ്സ് ഹൂസ് ലൈക്ക് എർത്ത് നെവർ ബോർ. നീ ഒരുപാട് ജീവിതങ്ങളെ കണ്ടു, അവരുടെ ഇഷ്ടങ്ങളെ ഭൂമി ഒരിക്കലും കുഴിച്ചു മൂടിയില്ല. അങ്ങനത്തെ ഒരുപാട് ആളുകളെ നീ കണ്ടു. യു ന്യൂ നോട്ട് ദോസ് മൈ സ്പിരിറ്റ് തേസ്റ്റഡ് ഫോർ. പക്ഷേ നീ എൻ്റെ സ്പിരിറ്റ് എന്തിനു വേണ്ടിയാണോ ദാഹിച്ചത് അതിനെ നീ മനസ്സിലാക്കിയില്ല. ദർ ഫോർ ബി ഡാർക്ക് ഫോർ എവർ. അതുകൊണ്ട് നീ കാലാകാലത്തേക്ക് നീ ഈ ഇരുട്ടായിക്കോ എന്ന് കണ്ണുകളോട് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുകയാണ്. അതിൻ്റെ അനാലിസിസാണ് താഴെ വരുന്നത്. ഹിസ് ബ്ലൈൻഡ്നെസ് ഇൻ സം വേ കാംസ് ഹിം ഡൗൺ ആസ് ഹി ക്യാൻ നോ ലോങ്ങർ ലുക്ക് അപ്പോൺ ദ മൈസറി ഹി ഹാസ് കോസ്ഡ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു അന്ധത ഒരർത്ഥത്തിൽ അദ്ദേഹത്തെ ശാന്തനാക്കുന്നുണ്ട്. അതായത് ഇനി അദ്ദേഹം അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങളെ നേരിട്ട് കണ്ണുകൊണ്ട് കാണണ്ടല്ലോ എന്നൊരു സന്തോഷം. ഇൻ സെൽഫ് ഹ്യൂമിലിയേഷൻ ആൻഡ് അട്ടർ ഡിജക്ഷൻ ദ ഡിസ്ഗ്രേസ്ഡ് ഈഡിപ്പസ് ബെഗ്സ് ക്രിയോൺ ടു കിൽ ഹിം. സ്വയം ആത്മനിന്ദയിലും അതുപോലെ അങ്ങേയറ്റത്തെ അവഹേളനത്തിലും ഈ അപമാനിതനായ ഈഡിപ്പസ് ക്രിയോണിനോട് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി യാചിക്കുന്നുണ്ട്. എന്നെ ഒന്ന് കൊന്നു തരൂ എന്ന് പറയുന്നുണ്ട്. ദ പ്ലേ കൺക്ലൂഡ്സ്. അങ്ങനെ പ്ലേ ഇവിടെ എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. വിത്ത് ഹിസ് ക്വൈറ്റ് സബ്മിഷൻ ടു ക്രിയോൺസ് ലീഡർഷിപ്പ്. ഇനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജഭരണമൊക്കെ പോയല്ലോ. ഇപ്പോൾ അടുത്ത രാജാവായിട്ട് വരുന്ന ആരാണ്, ക്രിയോണാണ്. അപ്പോൾ ക്രിയോണിൻ്റെ ആ ലീഡർഷിപ്പിന് പൂർണ്ണമായി വണങ്ങിക്കൊണ്ട് ഇവിടെ എന്ത് ചെയ്യാണ്, സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഈ പ്ലേ ഇവിടെ അവസാനിക്കുകയാണ്. And he humbly awaits the oracle that will determine whether he will stay in Thebes or be cast out forever. എന്നിട്ട് വളരെ വിനയത്തോടുകൂടെ നമ്മുടെ ഒറാക്കിളിനെ വെയിറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്, അദ്ദേഹം തീബ്സിൽ തന്നെ തുടരണോ അതല്ല കാലാകാലത്തേക്ക് ഇവിടെ നാട് കടത്തപ്പെടണോ എന്നതിനെക്കുറിച്ച് ആരായാൻ വേണ്ടി. ദ പ്ലേ എൻഡ്സ് വിത്ത് ദ കോറസ്. ഇവിടെ പ്ലേ കോറസിൻ്റെ സംസാരത്തോടു കൂടിയാണ് ഇവിടെ അവസാനിക്കുന്നത്. കോറസ് പറയാണ്, യു സിറ്റിസൺസ്, ഓൾഡ് ഇംഗ്ലീഷിലെ യു എന്ന് ഉപയോഗിക്കാനാണ് എ എന്ന് വരുന്നത് കേട്ടോ. യു സിറ്റിസൺസ് ഓഫ് തീബ്സിലെ, അതായത് ഓൾഡ് ഇംഗ്ലീഷിൽ ഒരുപാട് ആൾ ആകുമ്പോൾ നമ്മൾ ഇപ്പോൾ മോഡേൺ ഇംഗ്ലീഷ് അനുസരിച്ച് ബഹുവചനത്തിനും ഏകവചനത്തിനും ഒരേ യു എന്നാണ് ഉപയോഗിക്കുക. എന്നാൽ ഓൾഡ് ഇംഗ്ലീഷിൽ ബഹുവചനമാകുമ്പോൾ ഈ രൂപത്തിലാണ് എഴുതിയിരുന്നത്. യു സിറ്റിസൺസ് ഓഫ് തീബ്സിലെ പൗരന്മാരെ, ബിഹോൾഡ്, നിങ്ങൾ നോക്കൂ. ഇവിടെ കോറസ് സംസാരിക്കുകയാണ്. ഇറ്റ് ഈസ് ഈഡിപ്പസ് ദാറ്റ് പാസത്ത് ഹിയർ. ഈഡിപ്പസ് ആണ് കടന്നു പോകുന്നത്. ഹൂ റീഡ് ദ റിഡിൽ വേർഡ് ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ കടങ്കഥകൾ അല്ലെങ്കിൽ മരണത്തിൻ്റെ വാക്കുകൾ വായിച്ചുകൊണ്ട് നമ്മുടെ ഈഡിപ്പസാണ് കടന്നു പോകുന്നത്. ആൻഡ് മൈറ്റിയസ്റ്റ് ഓഫ് മോർട്ടൽ മാൻ. മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും മൈറ്റിയസ്റ്റ് ആയിട്ടുള്ള ശക്തവാനായ മനുഷ്യനായിരുന്ന ആളായിരുന്നു അദ്ദേഹം. ആൻഡ് ഫോർച്യൂൺ ലവ്ഡ് ഹിം. എല്ലാ സൗഭാഗ്യങ്ങളും അദ്ദേഹത്തെ സ്നേഹിച്ചു. ആൻഡ് ദ ഫോക്ക് ദാറ്റ് സോ ഹിം ടേൺഡ് ആൻഡ് ലുക്ക്ഡ് അഗെയിൻ. അപ്പോൾ അവിടെ കൂടിയ ആളുകളൊക്കെ അദ്ദേഹത്തെ തിരിഞ്ഞും മറിഞ്ഞും അദ്ദേഹത്തെ വീണ്ടും നോക്കി. ലോ, നിങ്ങൾ ശ്രദ്ധിക്ക്, ഹീ ഈസ് ഫാളൻ. അദ്ദേഹം വീണു കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അറൗണ്ട് ഗ്രേറ്റ് സ്റ്റോംസ് ആൻഡ് ദ ഔട്ട് റീച്ചിങ് സീ. അദ്ദേഹത്തിന് ചുറ്റും വലിയ കൊടുങ്കാറ്റുകളും വിശാലമായി പരന്നു കിടക്കുന്ന സമുദ്രവുമാണുള്ളത്. ദെർഫോർ, അതുകൊണ്ട് ഓ മാൻ, ഓ മനുഷ്യ, ബിവെയർ, നീ ജാഗ്രതനായിക്കോ. ആൻഡ് ലുക്ക് ടുവാർഡ് ദ എൻഡ് ഓഫ് തിങ്സ് ദാറ്റ് ബി. എല്ലാ കാര്യങ്ങളുടെയും അവസാനത്തിലേക്ക് നീ നോക്കിക്കോ. ദ ലാസ്റ്റ് ഓഫ് സൈറ്റ്സ്, ദ ലാസ്റ്റ് ഓഫ് ഡേയ്സ്. അവസാന കാഴ്ചകളിലേക്ക്, അവസാന ദിവസങ്ങളിലേക്ക്. ആൻഡ് നോ മാൻസ് ലൈഫ് അക്കൗണ്ട് ആസ് ഗെയിൻ എയർ ദ ഫുൾ ടെയിൽ ബി ഫിനിഷ്ഡ്. മുഴുവൻ കഥയും അവസാനിക്കുന്നത് വരെ ഒരു മനുഷ്യൻ്റെ ജീവിതവും നമുക്കൊരു നേട്ടമായിട്ട് ഗെയിനായിട്ട് അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല, രേഖപ്പെടുത്താൻ പറ്റില്ല. ആൻഡ് ദ ഡാർക്ക്നെസ് ഫൈൻഡ് ഹിം വിത്തൗട്ട് പെയിൻ. അതുപോലെ തന്നെ വേദനയില്ലാതെ ഇരുട്ട് അദ്ദേഹത്തെ പിടികൂടിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു നേട്ടമായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഈഡിപ്പസ് ഈസ് ലെഡ് ഇൻ ടു ദ ഹൗസ്. അതായത് ഇപ്പോൾ ഈ കോറസ് പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഏതൊരു വ്യക്തിയുടെയും അവസാനം, അന്ത്യം എങ്ങനെ നോക്കിയിട്ടാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം വിജയമായിരുന്നോ അല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാമെന്നർത്ഥം. അല്ലാതെ തുടക്കകാലത്തേക്ക് നോക്കിയിട്ടല്ല. അപ്പോൾ ഈഡിപ്പസ് തുടക്കകാലത്തൊക്കെ വളരെ സന്തോഷവാനായിട്ട് ജീവിച്ച ആളായിരുന്നു. എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടെയും ഏറ്റവും വലിയ ശക്തനായിട്ടൊക്കെ ജീവിച്ച ആൾ. പക്ഷെ അവസാനം ഇങ്ങനെയായി.
ഈഡിപ്പസ് ഈസ് ലെഡ് ഇൻ ടു ദ ഹൗസ് ആൻഡ് ദ ഡോർസ് ക്ലോസ് ഓൺ ഹിം. ഇനി ഈഡിപ്പസ് അവിടെ എന്ത് ചെയ്യാണ്, ആ വീട്ടിലേക്ക് നയിക്കപ്പെടുകയാണ്. അങ്ങനെ ഡോറുകൾ അദ്ദേഹത്തിൻ്റെ പിറകിൽ അടക്കപ്പെടുന്നതാണ് പിന്നെ കാണുന്നത്. അതിൻ്റെ ചെറിയ അനാലിസിസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഈഡിപ്പസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ മൈറ്റിയസ്റ്റ് എമംഗ് മാൻ. ഇവിടെ ഈഡിപ്പസിനെ വിശദീകരിക്കപ്പെടുന്നത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിയുള്ള ആളായിട്ടാണ്. ഫേവേർഡ് ബൈ ഫോർച്യൂൺ ആൻഡ് ഹീസ് നോ ഫാളൻ. എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ചൊരു വ്യക്തി. പക്ഷേ അങ്ങനത്തെ ആ വ്യക്തി ഇവിടെ വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ചർച്ച ചെയ്യാനുള്ളത് കോറസിനെ കുറിച്ചാണ്. അപ്പോൾ കോറസിനെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതുവരെയുള്ള സമ്മറി ഇവിടെ അവസാനിച്ചു. ഇനി കോറസിനെ മാത്രം പ്രത്യേകമായി വിശദീകരിക്കുന്ന ഭാഗമാണ് ശേഷം വരുന്നത്. ഓക്കെ.